പാട്ട് വെച്ചങ്ങനെ ഇരിക്കും. ഞാൻ കത്തിച്ച അങ്ങനെയാണ്. അങ്ങനെ ഇതാ എൻ്റെ മൈലാഞ്ചി കണ്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. വീടിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കേട്ടോ ഗുഡ് മോർണിംഗ് പറയണേ. എന്നും അകത്ത് നിന്നിട്ടല്ലേ ഗുഡ് മോർണിംഗ് പറയൽ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടും ചന്ദനൊക്കെ തൊട്ടിട്ട് ഇതാ വീടിൻ്റെ മുകളിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ മുളക് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മുളക് അത് ഇതാ കഴുകി വാരി ഉണക്കിയിട്ടുണ്ട്. അതൊന്ന് വെയിൽ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വയ്ക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഇതാ താഴെ റോഡ് കാണുന്നു. ഇപ്പുറത്തതാ താഴെ 2-3 വീടുകൾ. സത്യം പറഞ്ഞാൽ വീടിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മ ഇവിടെ അല്ല കേട്ടോ. അമ്മ എന്തായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ പോയി. അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞു, ശിവക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി. ഇനി ശിവക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവം ദേവീക്ഷേത്രത്തിൽ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവങ്ങളോട് ഉത്സവമാണ്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ രാവിലെ ഒരു 9:30 മണിയായപ്പോൾ പോയിട്ടോ. ഞാൻ പോയിട്ടില്ല, എനിക്ക് നാളെ പോകണം. പിന്നെ മുളക് ഒന്ന് വെയിലത്തൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇവിടെ ഇത് അമ്മേൻ്റെ പോക്കറ്റ് മണിയാണ് കേട്ടോ. ഇതാ മുളക്. ഈശ്വരന്മാരെ, ഇപ്പോൾ നല്ല നല്ല എരിവുള്ള മുളകും ഉണ്ട് കേട്ടോ. പിന്നെ പിരിയമുളക് ഉണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പം നല്ല കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. പിരിയമുളക് കാണാനൊന്നും വലിയ ഭംഗിയില്ല, പക്ഷെ നല്ല കളറുണ്ടാവും. ഇത് 2 കിലോ മുളകാണ് കേട്ടോ. ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. മുളകൊക്കെ ഉണക്കി കേട്ടോ. പോരുന്നു. കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകും, അകത്തേക്ക് പുറത്തേക്ക്. കിളിവാതിലൂടെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ പൂജാമുറി. ആണല്ലോ, കുറച്ച് ഫോട്ടോയേ ഉള്ളൂ. ഞങ്ങൾ വിളക്ക് വെക്കുന്നത് മുകളിലാണ് കേട്ടോ. മുകളിലാകുമ്പോൾ അശുദ്ധിയൊന്നും ഉണ്ടാവില്ലല്ലോ. മുകളിലേക്ക് ഞാനങ്ങനെ കയറാറില്ല. ഇങ്ങനെ മുളകൊക്കെ ഉണക്കി റെഡിയാക്കി വന്നതാണ്. സമയം ഇപ്പോൾ എത്രയാണെന്നറിയോ? 10:30-11 മണിയാവാനായി. അടുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടായിട്ടില്ല. ഇനി ഭക്ഷണം ഉണ്ടാക്കട്ടെ. മീനുണ്ട് കറി വയ്ക്കാൻ, അത് കറി വെക്കണം. പക്ഷെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുൻപ് നാളികേരമൊക്കെ അരച്ച് വെച്ചു. നാളികേരം ഗ്രൈൻഡറിലിട്ട് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനായത്. കുളിച്ച് വന്നപ്പോഴേക്കും നാളികേരമൊക്കെ അരഞ്ഞ് സെറ്റായി. ഇനി ചോറ് വെക്കണം, മീൻ കറി വെക്കണം. അത്രയോ, വേറൊന്നുമില്ല. നാളെ എനിക്ക് ക്ഷേത്രത്തിൽ പോകണം. അമ്മ പോട്ടെ. വീട്ടിലാരെങ്കിലും ഒരാളില്ലാതെ ശരിയില്ല. അച്ഛനെന്താ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ അച്ഛൻ TV കണ്ടിങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ അച്ഛൻ TV അങ്ങനെ കാണാറില്ല. റേഡിയോ പാട്ടും വെച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ചായ ഉണ്ടാക്കട്ടെ. പിന്നെ ആദ്യം നല്ല ചൂടോട് കൂടി ചായ കേട്ടോ. ചായ ഉണ്ടാക്കാം. നല്ലൊരു കട്ടൻ ചായ കുടിക്കട്ടെ. ഒരു ചായ കുടിക്കാൻ കാരണം കറി കഴിക്കാണ്. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ്. ഇവിടെ വലിയേട്ടൻ്റെ കൂട്ടുകാരൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന പ്രസാദം. പിന്നെ അരവണയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പായസം അതപ്പുറത്തവിടെ ഉണ്ട്. അച്ഛൻ അരവണ കൊണ്ടുവന്നു. അത് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞു. അപ്പോഴേക്കിതാ നിറയെ പൊടിയുണ്ട്. പൊരി, പിന്നെ രണ്ട് കഷ്ണം അപ്പം, വട, അങ്ങനെ എന്തൊക്കെയാണ്. അപ്പം ഞാൻ കൂട്ടാൻ നല്ല രസമായി. ചായ ആകട്ടെ, നമുക്ക് കുടിക്കാം.
അപ്പം ഇനി വേഗം തീ പിടിപ്പിക്കാം കേട്ടോ. തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ചകിരിയോ ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ അങ്ങനെ കത്തിക്കും. നല്ല പൊരി ചായ കുടിക്കട്ടെ. പൊരി കണ്ടോ, ഞങ്ങൾ ഉപ്പിയിലിട്ട് വയ്ക്കട്ടെ. അല്ലെങ്കിൽ ഇത്രയാണ് അപ്പോൾ സാധാരണ 11 മണിക്ക് ചായ ഉണ്ടാവുന്നതാണല്ലോ. ആ ചായക്ക് ഇതാണ് സാധാരണ കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാവില്ല. കപ്പപ്പുഴുക്കല്ല. എൻ്റെ അമ്മയല്ല ഇവിടെ ആരുമില്ല, ഞാൻ അച്ഛനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചായക്ക് ഇതാ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തി ബാക്കി 3-4 ചപ്പാത്തി ബാക്കിയായിരുന്നു. ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ കുറുമ കടലല്ലേ, ഗ്രീൻ പീസ്, അതും ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ഇട്ടിട്ടൊരു കുറുമ ഇത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ആ ചായക്ക് നല്ല കറുമുറ പൊരി, ഒരു ഹൽവൻ്റെ കഷ്ണം, പിന്നെ നല്ല കട്ടൻ ചായ. ആഹാ, പൊരി കണ്ടവരുണ്ടോ? ഇപ്രാവശ്യത്തെ അരവണ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അരവണ. അച്ഛൻ പോയിട്ട് കൊടുന്നത് ഞാൻ ഇവിടെ കൊടുന്നതാണ്. 2 ദിവസം കൊണ്ട് സാധനം തോന്നും. ഇത് ഞാൻ പൊരിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പൊരിയും കൂട്ടി കുഴച്ചിങ്ങനെ തിന്നാൻ നല്ല രസമാണ്. ഇങ്ങനെ ആരെങ്കിലും കഴിച്ചു ഗൈസ്. തീ കണ്ടോ, നല്ല ഉഷാറായിട്ട് കത്തണം. ഞാൻ കത്തിച്ച അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കായിരിക്കില്ലേ. ഇവിടെ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അങ്ങനെ അറിയില്ല. പക്ഷെ നാട്ടിലൊക്കെ നല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ പള്ളികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യൻ കുടുംബമുണ്ട്. അവിടെ ഒരു 2-3 ദിവസം മുൻപ് കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന്മാരൊക്കെ വന്നിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വേലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. മലയോര മേഖലയാണ് കേട്ടോ. ഞാൻ കാണാത്ത സ്ഥലമാണ്. അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പറയുന്നേക്കാം. പക്ഷെ നാട്ടിൽ ക്രിസ്മസ് രാവൊക്കെ നല്ല രസമുണ്ടാവും. ഞങ്ങളവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, ഞങ്ങൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും കരോളൊക്കെ ആയിട്ട് പോകും. കുട്ടികൾ പൈസ ചില്ലറകൾ തടയാൻ. ഇപ്പോൾ വെക്കേഷൻ കൂടിയല്ലേ. ക്രിസ്മസിൻ്റെ കരോളൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഇതാ എപ്പോഴും പാടുന്നൊരു പാട്ടില്ലേ, യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ പാർത്തിടുന്നു ജപാലക ദേവനാദം കേട്ടു ആമോദരായി. അടുക്കളയിൽ നിന്നിട്ടുണ്ട് പാട്ട് പാടുന്ന രസമല്ലേ ആ പാട്ട് കേൾക്കാൻ. അതുപോലെ ആബാ പിതാവേ ദൈവമേ നല്ല രസം. ക്രിസ്മസിൻ്റെ പാട്ടാണ് അപ്പോൾ നല്ല രസമാട്ടോ. ഞങ്ങളിപ്പോൾ അമ്മ ഇല്ലാത്തതിനോട് അടുക്കളയിൽ കുത്തിരുന്ന് പാടില്ല. അമ്മ ഉണ്ടെങ്കിലും ഞാൻ പാടും. പക്ഷെ അമ്മ അറിയും നമുക്ക് സത്യത്തിൽ വട്ടാണോ, പാട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലും പാടും. അത് അച്ഛനും പാടും.
പാട്ടൊന്നും പാടാനും ഞങ്ങൾക്കറിയില്ല, പാട്ട് പഠിച്ചിട്ടൊന്നും. പക്ഷെ ഞങ്ങളിങ്ങനെ കേട്ട് പഠിച്ചു പാടും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ 3 മതത്തിലെ വിശ്വാസങ്ങളെല്ലാം അതിൻ്റെ എന്താ പറയുക ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം ഒറ്റ വിശ്വാസത്തിലേക്കാണ് ചെല്ലുന്നത്. കുറച്ച് ബൈബിള് വായിച്ചിട്ടുണ്ട്, പിന്നെ ഖുർആനും കുറച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ, നോക്കിയിട്ടുണ്ട് കേട്ടോ, വായിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മലയാളത്തിലുള്ളത് കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാം നമ്മളിങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അന്തസത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റ വിശ്വാസമാണ്. ഹിന്ദുവിൻ്റെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും. ആ സമയം 11:30 കഴിഞ്ഞു. 11:30 മണിക്ക് ഞാൻ അരി ഇടലുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് വൈകിപ്പോയി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചോറ് വയ്ക്കാനും പിന്നെ അയില മീനുണ്ട്, അത് കറി വെക്കണം. പിന്നെ കുറച്ച് മത്തിയുണ്ട്, അതവിടെ വറ്റിച്ച് പരട്ടി വയ്ക്കും. പറഞ്ഞില്ലേ മീൻ കറി വെക്കണം. ഇതാ അയിലമീൻ, 3 അയിലമീനുണ്ട്, അത് കഷ്ണം മുറിച്ചത് കറി വെക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ പുരട്ടി വെച്ചാണ്, കുളിക്കുന്നതിൻ്റെ മുൻ മീനൊക്കെ നന്നാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചാണ്. ഇനി കറി വെക്കാനാണ്. ഇങ്ങനെ ഞാനിതാ മീൻകറി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. മസാലയൊക്കെ പുരട്ടി വെച്ച അയില കഷ്ണങ്ങൾ ഇനി നാളികേരം അരച്ചങ്ങോട്ട് കറി വയ്ക്കും. ഇനി മത്തി ഇതാ വരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ അയിലത്തല ഇട്ടിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ കൂട്ടി തക്കാളി ഞാൻ പേസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. തക്കാളി കുറച്ച് ഉള്ളിയൊക്കെ അരച്ചെടുത്ത് പേസ്റ്റാക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് വെക്കുകയാണ് കേട്ടോ. ഇനി വറ്റിച്ചെടുക്കും. അങ്ങനെ മീൻകറി അടുപ്പത്ത് വെച്ചു. ഇനി അടുത്ത പണി ഇതാണ് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ദുശീലാണ് കേട്ടോ ഇത്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. കാണുന്നവർക്ക് ദുശീലായിട്ടാണ് തോന്നുമല്ലോ. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്, മൈലാഞ്ചി ഇടുന്നത്. ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ, ഇതിനാണ് മൈലാഞ്ചി ഇട്ടത് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യലാണ് മൈലാഞ്ചി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും 1000 ക്രിസ്മസ് ആശംസകൾ. ഇപ്പോൾ ഇതാ എങ്ങനെയുണ്ട്. ഇനി ഇത് കഴുകുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. ഇതാണ് ക്രിസ്മസ് പ്രാന്ത് എന്ന് പറയില്ലേ. ടെൻഡടേ അങ്ങനെ ഇതാ എൻ്റെ മൈലാഞ്ചി കണ്ടോ. അപ്പോൾ ഇതാണ് ക്രിസ്മസ് സ്പെഷ്യൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞു. എൻ്റെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു.